Good morning, all. Today we are going to discussing about the traditional methods of performance appraisal. Performance appraisal എന്താണെന്ന് already നമ്മൾ discuss ചെയ്തതാണ്. On the basis of criteria or on the basis of standard, എംപ്ലോയീസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ട്രഡീഷണലും മോഡേണും മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് നോക്കാം. First one, rating scale method. It is a popular traditional method of performance appraisal. In this method, a rating scale is created to evaluate the performance of employee against certain parameters. So, important ആണ് parameters എന്താണെന്ന് ശ്രദ്ധിക്കുക. These parameters usually include his attitude, attendance, punctuality, and interpersonal skill. The rating scale used in this method range from 1 to 10. Low score indicates negative feedback and high score indicates positive feedback. എന്താണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഒരു ഇൻഡിവിജ്വലിൽ ഒരു ഓർഗനൈസേഷനിൽ 10 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 10 എംപ്ലോയീസിനെ റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു 2-3 പാരാമീറ്റേഴ്സ് 3-4 പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്ത് കൊടുക്കാം, റേറ്റിംഗ് സ്കെയിൽ മെത്തേഡിൽ ഓരോ സ്കോർ കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 to 10 ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പാരാമീറ്റർ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ 1 to 10 10 സ്കോർ ഉണ്ടെന്ന് വിചാരിക്കാം. 1 മുതൽ 10 വരെ. അറ്റൻഡൻസിന് അതുപോലെ തന്നെ 1 മുതൽ 10 വരെ. പങ്ക്ച്വാലിറ്റിക്കും അതുപോലെ തന്നെ 1 മുതൽ 10 വരെ. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കില്ല്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ല്, ഇതുപോലുള്ള സ്കില്ലുകൾക്ക് അതല്ലെങ്കിൽ മറ്റു പാരാമീറ്റേഴ്സിന് 1 to 10. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിനെ എടുത്ത് അതിൽ ഓരോ ഇൻഡിവിജ്വൽസിനുള്ള ആറ്റിറ്റ്യൂഡിന് ഇത്ര മാർക്ക്, 1 മുതൽ 10 വരെയുള്ള ഇത്ര മാർക്ക്, അറ്റൻഡൻസിന് ഇത്ര മാർക്ക്, പങ്ക്ച്വാലിറ്റിക്ക് ഇത്ര മാർക്ക്, ഇന്റർപേഴ്സണൽ സ്കില്ലിന് ഇത്ര മാർക്ക്. അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിന്റെയും എല്ലാ പാരാമീറ്റേഴ്സും കണക്കിലെടുത്തുകൊണ്ട് ആ പാരാമീറ്റേഴ്സിന്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ നോക്കുകയാണ്. അപ്പൊ മൊത്തം നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾ നല്ല എംപ്ലോയീസ് എന്നും അതല്ലെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളെന്നും, കുറവ് മാർക്ക് കിട്ടുന്ന ആളുകൾ ലോ പെർഫോമൻസ് ചെയ്യുന്ന ആളുകളാണെന്നും, അല്ലെങ്കിൽ മീഡിയം ഒരു 5, 6, 7 മാർക്കൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ മീഡിയം അതല്ലെങ്കിൽ ആവറേജ് പെർഫോമൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം. അതല്ലാതെ വേണമെങ്കിൽ ഒരൊറ്റ പാരാമീറ്ററിന്റെ ബേസിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എംപ്ലോയീസിനെ അസസ് ചെയ്യാം. ഇപ്പോൾ പങ്ക്ച്വാലിറ്റിയുടെ ബേസിൽ മാത്രമാണ് ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ അറ്റൻഡൻസിന്റെ ബേസിലാണ് അവർ മൊത്തത്തിൽ അസസ് ചെയ്യുന്നതെങ്കിൽ അറ്റൻഡൻസിന് എത്ര മാർക്ക് കിട്ടി നോക്കും. 8 ആണോ 9 ആണോ 10 ആണോ 1 ആണോ 2 ആണോ അല്ലെങ്കിൽ 3 ആണോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വളരെ പുറകോട്ട് സ്കോർ കിട്ടുന്ന ആളുകളെ വളരെ മോശം പെർഫോമൻസ് ആണെന്നും, ആവറേജ് മാർക്ക് കിട്ടുന്ന ആളുകൾക്ക് ആവറേജ് പെർഫോമൻസ് ആണെന്നും, അതല്ലെങ്കിൽ ഹൈ മാർക്ക് കിട്ടുന്ന ആളുകളെ ഹൈ പെർഫോമൻസ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാരാമീറ്റേഴ്സിന് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസിനെ അസസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെ പറയുന്ന പേരാണ് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പാരാമീറ്റേഴ്സ് എടുക്കും. ആ പാരാമീറ്റേഴ്സിന് 1 മുതൽ 10 വരെ ആ പാരാമീറ്റേഴ്സിന് കിട്ടുന്ന മാർക്ക് എത്രയാണോ ഓരോ എംപ്ലോയീസിനും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റൻഡൻസ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയി ഫുൾ അറ്റൻഡൻസ് ആണ്, 100% അറ്റൻഡൻസ് ആണ്, ഒരു ദിവസം മുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇതുവരെ ആബ്സെന്റ് ഇല്ലെങ്കിൽ ആ എംപ്ലോയി നല്ലതാണെന്നും, റെഗുലറായിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒന്നിടവിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന 5, 6 റേറ്റിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ആവറേജ് ആണെന്നും, എല്ലാപ്പോഴും വരുന്ന ആളുകൾ അതല്ലെങ്കിൽ ഇടക്കിടക്ക് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ 1, 2 എന്ന് പറയുന്ന റേറ്റിംഗിൽ 1, 2, 3 പോലുള്ള റേറ്റിംഗിൽ വരികയാണെങ്കിൽ അവരും വളരെ മോശം എംപ്ലോയീസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർപ്രറ്റ് ചെയ്യാം. ആ മെത്തേഡാണ് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. നെക്സ്റ്റ് ആണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ്. ചെക്ക് ലിസ്റ്റ് മെത്തേഡിൽ എന്താണ് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ഇൻ ദിസ് മെത്തേഡ് എ checklist is prepared. It is comprised of descriptive statement related to the behavior of the employee. Each statement has 2 options, yes or no or true or false. The rater can choose one out of 2 options which he thinks correctly describe the behavior of the employee. എന്താണ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ചെക്ക് ലിസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഒരു എംപ്ലോയിനെ പറ്റിയിട്ട് അതല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യാണ്.
ആ ചെക്ക് ലിസ്റ്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതിന് യെസ് ഓർ നോ നമ്മൾ ഓരോ എംപ്ലോയിയുടെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ യെസ് ഓർ നോ കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസിനെ നമ്മൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡിനെ ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയും. ഈ എക്സാമ്പിൾ നോക്കാം. ഇസ് എംപ്ലോയി ഈസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ടാസ്ക് അസൈൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്ന ആ ജോലിയിൽ അയാൾ താല്പര്യമുള്ള ആളാണോ? സുപ്പീരിയറെ സംബന്ധിച്ചിടത്തോളം സുപ്പീരിയർക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും ഇയാൾ താല്പര്യമുള്ള ആളാണോ, ജോലിയിൽ താല്പര്യമുള്ള ആളാണോ, താല്പര്യമുള്ള ആളല്ല എങ്കിൽ അപ്പൊ അതിനനുസരിച്ച് യെസ് ഓർണോ നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. അടുത്തത്, കൊളീഗിനെ അയാൾ എന്ത് ചെയ്യുന്നുണ്ടോ, റെസ്പെക്ട്, കോവർക്കേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കോവർക്കേഴ്സിനെ ഇയാൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കോവർക്കേഴ്സ് ഇയാളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, യെസ് ഓർണോ. നെക്സ്റ്റ്, ഡസ് ഹി ഗീവ്സ് റെസ്പെക്ട് ടു ഹിസ് സുപ്പീരിയേഴ്സിന് ഇയാൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, യെസ് ഓർ നോ. അല്ലെങ്കിൽ ഡസ് ഹി ഫോളോ ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർലി, അയാൾ കൂടി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് അയാൾ എന്താ പറയാ ഫോളോ ചെയ്യുന്നുണ്ടോ, യെസ് ഓർ നോ. ഇതിന്റെ ബേസിൽ, ഈ യെസ് ഓർ നോയുടെ ബേസിൽ അയാളെ ഇപ്പൊ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അയാൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്സ് ഒന്നും റെഗുലർ ആയിട്ട് അയാൾ ചെയ്യുന്നില്ല, കൊളീഗ്സിനെ അയാൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, കൊളീഗ്സ് എല്ലാം ഇയാളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഓവറോൾ അയാളുടെ പെർഫോമൻസിന്റെ ഇന്റർപ്രിട്ടേഷൻ അയാൾ നല്ലൊരു എംപ്ലോയിയാണ്, എക്സലന്റ് എംപ്ലോയി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു എംപ്ലോയിനെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിനെയാണ് ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് forced distribution method. This method was popular in big organization. It is based on the fact that the performance of the employee varies greatly in an organization. Some would be more productive or some would be less productive. So in this method, a manager is forced to distribute employees on the basis of their performance on all points of the bell-shaped scale. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ഒരു ബെൽ ഷേപ്ഡ് സ്കെയിൽ ഉണ്ട്. ഈ ബെൽ ഷേപ്ഡ് സ്കെയിലിൽ ഓരോ എംപ്ലോയീസിനെ അയാൾ എന്ത് ചെയ്യും, പ്ലേസ് ചെയ്യും. അണ്ടർ പെർഫോമേഴ്സ് ഉണ്ടാവാം, ഏവറേജ് പെർഫോമേഴ്സ് ഉണ്ടാവാം, ഹൈ പെർഫോമേഴ്സ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷനിൽ 50 എംപ്ലോയീസ് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് അവിടുത്തെ സുപ്പീരിയേഴ്സിനോട് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ നടക്കുന്ന അവിടുത്തെ മാനേജറോട് പറയുകയാണ്, 50 പെർഫോമേഴ്സിൽ നിന്ന് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള 10 ആളുകളെ സെലക്ട് ചെയ്യാൻ പറയുകയാണെന്ന് വിചാരിക്കാം. 10 ആളെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എളുപ്പമായിരിക്കും. 10 ആളെ അയാളെ ഫോഴ്സ് ചെയ്യാണ് 10 ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 10 ആളെ എന്താ പറയുക സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഹൈ പെർഫോമേഴ്സിൽ പ്ലേസ് ചെയ്യും. പിന്നെ ബാക്കി 40 ആൾക്കാരുണ്ട്. പിന്നെ അയാളോട് പറയാണ് ഏറ്റവും ലീസ്റ്റ് പെർഫോംഡ് ആയിട്ടുള്ള 10 ആളുകളെ സെലക്ട് ചെയ്യാൻ, ലീസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലീസ്റ്റ് പെർഫോമൻസ് ഉള്ള 10 പേരെ സെലക്ട് ചെയ്യാൻ പറയാണ്. അപ്പൊ അണ്ടർ പെർഫോമൻസിനെ 10 പേരെ അയാൾ സെലക്ട് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യും, ലെഫ്റ്റ് സൈഡിലുള്ള ഇതിൽ പ്ലേസ് ചെയ്യും. ബാക്കി ആവറേജ് പെർഫോമൻസ് എത്ര ഉണ്ട്, 30 മെമ്പേഴ്സ്. അപ്പോൾ 30% ആളുകൾ ആവറേജ് പെർഫോമൻസിൽ വരും. അങ്ങനെ ഒരു എംപ്ലോയറെ കൊണ്ട് അതല്ലെങ്കിൽ ഒരു മാനേജറെ കൊണ്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് ആ എംപ്ലോയീസിനെ മൊത്തം ഒരു ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോഴ്സ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മെഷർ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പൊ ഈ ഒരു എന്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അണ്ടർ പെർഫോമേഴ്സ് 10 ആളുകൾ ആരൊക്കെയാണ്, ഏവറേജ് പെർഫോമേഴ്സ് ആരൊക്കെയാണ്, ഹൈ പെർഫോമേഴ്സ് ആരൊക്കെയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതാണ് എന്ത് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡ്. ഈ ഒരു പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം